തിരുവനന്തപുരത്തുകാർ ഇത്തവണ നന്മയുടെ വഴി തെരഞ്ഞെടുക്കുമെന്നാണ് CPI സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ പ്രതികരിച്ചത്. എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയില്ല, എന്നാൽ നിലവിലെ എംപിമാർ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നും പന്ന്യൻ രവീന്ദ്രൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. 2005 തിരുവനന്തപുരത്ത് ഇടതുമുന്നണിക്ക് ഒരു MP ഉണ്ടാകുന്നത്. അതിനുശേഷം 3 തവണയും ഇടതുമുന്നണിക്ക് തിരുവനന്തപുരം ലഭിച്ചില്ല. 2005 അവസാനമായി CPIക്ക് ലഭിച്ച MPയുടെ പേര് പന്ന്യൻ രവീന്ദ്രൻ എന്നാണ്. 2024 ഒരിക്കൽ കൂടി പടക്കളത്തിലേക്ക് പന്ന്യൻ രവീന്ദ്രൻ ഇറങ്ങുന്നു. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായി വീണ്ടും സ്ഥാനാർത്ഥിയാവുകയാണ്. എന്താണ് ഈ ഒരു പ്രായത്തിലും സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങുന്നു, ചെറുചുറുക്കോട് കൂടി തന്നെ, എന്താണ് ഒരു പ്രതീക്ഷ? അല്ല, ഒരപകടകരമായ സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യം പോകുമ്പോൾ നമുക്ക് നോക്കിയിരിക്കാൻ കഴിയില്ല. നമ്മളിവിടെ ജീവിക്കുന്നതിന് രാജ്യത്തിന്റെ പൊതു സമാധാനത്തിനു വേണ്ടിയും മാന്യമായ ജീവിതത്തിനും വേണ്ടിയാണ്. അതിന് ഭംഗം വരുന്നൊരു സ്ഥിതി നമ്മുടെ നാട്ടിലുണ്ടാകുമെന്ന് പറഞ്ഞാൽ എനിക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി പറഞ്ഞു നിങ്ങൾ തന്നെ മത്സരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവസാനമായി സമ്മതിച്ചു. കാരണം എന്താ, ഈ അങ്കത്തട്ടിൽ ഇപ്പോൾ ഇറങ്ങാതിരിക്കാൻ പറ്റൂല. താങ്കൾ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിന്റെ പൊതുസ്ഥിതി നോക്കണം. നമ്മളൊരു സെക്യുലർ സ്റ്റേറ്റാണ് നമ്മുടെ രാജ്യം. ഇപ്പോൾ സെക്യുലർ സ്റ്റേറ്റ് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ അവകാശങ്ങളും രാജ്യത്ത് സെക്യുലറിസവും അവർ ചവിട്ടിമെതിക്കുന്നു. ഇവിടെ നിയമങ്ങളെല്ലാം അവർ ചവറ്റുകുട്ടിയിലേക്ക് മാറ്റിയെറിയുക. അങ്ങനെയുള്ളൊരു ഭരണാധികാരികളാണ്. ആ ഭരണാധികാരികൾക്കെതിരായ രാജ്യം ചിന്തിക്കുമ്പോൾ അവർക്ക് മാതൃകയായി ചൂണ്ടിക്കാണിക്കാവുന്ന ശക്തമായ വിഭാഗം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, ഇന്ത്യയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. കാരണം എന്താ പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികളെ മാത്രമേ വിശ്വസിക്കാൻ പറ്റൂ. കോൺഗ്രസിന്റെ ജനപ്രതിനിധികളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ എത്ര പേര് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ മാറിപ്പോയി, പഴയ മുഖ്യമന്ത്രിമാർ, എത്ര MP മാറിപ്പോയി. ഇതൊക്കെ മാറ്റമെന്ന് പറയുന്ന അവർക്കൊരു പുതുമയൊന്നുമില്ല. 2005 അങ്ങ് വിജയിച്ച തിരുവനന്തപുരം അല്ല ഇപ്പോൾ നിലവിലുള്ളത്. അതിനുശേഷം 3 ടൈം ശശി തരൂർ ഇവിടെ വിജയിച്ചു. അപ്പോൾ 2 പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കരുത്തുറ്റ സ്ഥാനാർത്ഥികളെയാണ് അങ്ങ് നേരിടാൻ പോകുന്നത്. അത് എത്രത്തോളം വെല്ലുവിളിയായിരിക്കും? ഏത് ശക്തരായ സ്ഥാനാർത്ഥികളെയായാലും നമ്മൾ നേരിന്റെ വഴിയിൽ ജനങ്ങളോട് കാര്യങ്ങൾ പറയും. ജനങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം എപ്പോഴും കാണുന്നതാണ്. പഴയ കാലത്തെ പോലെ രഹസ്യമല്ല. അപ്പൊ ജനങ്ങൾ നമുക്ക് അനുകൂലമായ തീരുമാനമെടുക്കുന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ കാലത്തും മാറി മാറി മുമ്പെല്ലാം അവർക്കെതിരായിട്ടാണല്ലോ പോയെന്ന് പറഞ്ഞിട്ട് ആ കണക്കിൽ നിങ്ങൾ കൂട്ടണ്ട. ഇത് രാഷ്ട്രീയമാണ്, ജനാധിപത്യം. കേരളത്തിലെ ഇത്രയും സീറ്റുകൾ അവർക്ക് കിട്ടിയല്ലോ. 2004 കേരളത്തിൽ ഉള്ള സീറ്റുകളെല്ലാം ഞങ്ങൾക്കായിരുന്നല്ലോ. അന്നൊരു ലീഗിലെ സീറ്റ് ഒഴിച്ച് ബാക്കിയുള്ള സീറ്റ് ഇടതുപക്ഷത്തിനല്ലേ. ഇത് രാഷ്ട്രീയമാണ്. ജനങ്ങൾ ആ രാഷ്ട്രീയത്തെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ള ആ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുക. അതുകൊണ്ട് നമുക്ക് ഇത്തവണ അതുപോലൊരു വൻ വിക്ടറി ഉണ്ടാകുമെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. എൻ്റെ ഇതുവരെയുള്ള ഒരു പരിചയം കൊണ്ട് അതാ തോന്നുന്നത്. അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അതിൽ തിരുവനന്തപുരത്തിന്റെ കൂടെ ചേരും. ഈ തരൂർ അടക്കമുള്ള MP ഇത്തവണ അങ്ങ് നേരത്തെ പറഞ്ഞത് പാർലമെന്റിലുള്ള അവരുടെ പ്രകടനത്തെക്കുറിച്ചൊക്കെ തരൂർ അടക്കമുള്ള എല്ലാ MP പരാജയപ്പെട്ടു എന്ന് തന്നെയാണോ ഒന്ന് വിശ്വസിക്കുന്നത്? അല്ല, ഞാൻ പറയുന്നത് തരൂർ അടക്കമുള്ള അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, എതിർ സ്ഥാനാർത്ഥിന്റെ പേരേ പറയുന്നില്ല. പക്ഷെ കേരളത്തിലെ MP ജോലി എന്തായിരുന്നു? 2008 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നമ്മുടെ രാജ്യത്ത് ഒരു പ്രധാനപ്പെട്ട ഏർപ്പാട് റെയിൽവേയിലുണ്ടായല്ലോ. റെയിൽവേ സേലം ഡിവിഷൻ വന്നല്ലോ. അന്ന് കേരളത്തിലുള്ള ഇടതുപക്ഷ MP മാത്രം അവര് ഫ്ലോറിൽ ചെന്നിരുന്ന് പാർലമെന്റ് സ്തംഭിച്ചു. അന്ന് ഉണ്ടാക്കിയ ഒരു ധാരണയാണ്, അന്ന് മൻമോഹൻ സിംഗ് അന്ന് പ്രധാനമന്ത്രി ഉണ്ടാക്കിയ ധാരണയാണ് കേരളത്തിലൊരു കോച്ച് ഫാക്ടറി തരാം, ഒരു വാഗൺ ഫാക്ടറി തരാമെന്ന്. കാലം എത്രയായി? കോൺഗ്രസ് അതിനുശേഷം 1 തവണ കൂടി കോൺഗ്രസ് ഭരിച്ചല്ലോ. എന്ത് നടപ്പിലാക്കാത്തത്? നടപ്പിലാക്കാൻ എന്ത് ഈ കോൺഗ്രസ് MP പറയാതെ ഇവിടെ? അവരുടെ ബാധ്യതയില്ലേ? മൻമോഹൻ സിംഗ് 7 വർഷക്കാലം ഭരിച്ചിട്ടും ഇവിടെ കോച്ച് ഫാക്ടറി ഒരു തീപ്പെട്ടി കമ്പനി തന്നു. ഇവിടെ നമ്മുടെ ചേർത്തലിലെ വാഗൺ ഫാക്ടറി ഇവിടെ പോയി മിണ്ടുന്നില്ലല്ലോ. എന്താ നിങ്ങൾ പറയാതെ? കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി എന്നെങ്കിലും ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ UDF MP ചേറുവിരൽ അനക്കിയിട്ടുണ്ടോ? ഇല്ല. അതിന് പകരമായി അവിടെ പോരാടാൻ നമ്മൾ വേണം കേരളത്തിന് വേണ്ടി. അതാ അനുഭവം. അതിന്റെ കൂടുതൽ കാര്യങ്ങൾക്ക് നമുക്ക് സന്ദർഭത്തിൽ പറയാം. എതിർ സ്ഥാനാർത്ഥി എങ്ങനെ എന്നുള്ളതിനെ പറ്റി എന്നോട് ചോദിക്കരുത്, ഞാനത് പറയില്ല. അത് പറയുന്നത് അദ്ദേഹം ഏതായാലും എതിർ സ്ഥാനാർത്ഥികളെ കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷേ നിലവിലുള്ള MP കേന്ദ്രത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്.